ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നാളെയാണ് നിഷയുടെയും അതുപോലെ തന്നെ മനോഹറിന്റെ വിവാഹം. അപ്പൊ വിവാഹ ദിവസം നമ്മുടെ മനോഹർ തലവഴി ഇങ്ങനെ മുല്ലപ്പൂവിന്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് അവിടെ നിഷയുടെ വിവാഹം കാണുന്നത് ഭയങ്കര ആഗ്രഹം കൊണ്ട് നമ്മുടെ മേഘ്ന വേഷം മാറി വരുന്നുണ്ട്. കൂടെ കല്യാണിയുണ്ട്. എനിക്ക് തോന്നുന്നു നിഷയുടെയും അതുപോലെ മനോഹറിന്റെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ സരിയു അറിയാൻ പോകുന്നതായിരിക്കും. സരിയുവിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും അത്. കാരണം ഗർഭിണിയായ സരിയുവിനെ മറന്നിട്ട് നമ്മുടെ നിഷയുടെ കഴുത്തിൽ താലി കെട്ടിയ മനോഹറിനെ പോലത്തെ ഒരു ഭർത്താവിനോ ഒരിക്കലും സരിയു സ്വീകരിക്കില്ല. സരിയുടെ മുമ്പ് ഒരുപാട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ സരിയു ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും. കാരണം അത് ചിലപ്പോൾ ആ പെണ്ണുങ്ങളുടെ കുഴപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ ഇതെന്തായാലും സരിയു ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സരിയുടെ കിട്ടാൻ പോണ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇത്. അത് മാത്രമല്ല, സരിയുവിനെ അറിയാൻ പോണത് നമ്മുടെ രാഹുലും കൂടി കൂട്ടു നിന്നിട്ടാണ് ഈ വിവാഹം നടത്തിയെന്ന് അറിയുമ്പോഴേക്കും സരിയു തന്റെ അച്ഛനാണ് നോക്കുന്നില്ല. അച്ഛനെയും അതുപോലെ തന്നെ തന്റെ ഭർത്താവിനെയും എല്ലാവരെയും അടിച്ച് പുറത്താക്കാൻ പോകുന്ന ഭാഗങ്ങളായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ ഹണിമൂൺ ട്രിപ്പ്, അതുപോലെ തന്നെ ഇനിയിപ്പോ രണ്ട് ഭാര്യമാര് ഒരുപോലെ നോക്കണമല്ലോ മനോഹറിനെ. അത് സരിയുവിന് പ്രസവ വേദന, ആ സമയത്ത് നിശ്ചയമായിട്ടുള്ള ഹണിമൂൺ ട്രിപ്പ്. അപ്പൊ രണ്ടും കൂടി മാറി മാറി വരുമ്പോഴേക്കും മനോഹറായിരിക്കും ശരിക്കും പെട്ടുപോകാൻ പോണത്. എന്തായാലും നിഷയുടെ വീട്ടുകാർ വല്ലാതെ മന്ദബുദ്ധികൾ തന്നെയാണ്. കല്യാണം ഇത്രയൊക്കെ ആയിട്ടും, കല്യാണത്തിന് ദിവസമായിട്ടും, കല്യാണത്തിന് തലേ ദിവസമായിട്ടും ഒരു ഫോൺ കോൾ പോലും മനോഹറിന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് അവരത് അന്വേഷിച്ചിട്ട് പോലും ഇല്ല. അതെന്തായാലും കഥ ആ ഭാഗത്തോടെ പോകുമ്പോഴേക്കും സരിയുവിന് കിട്ടുന്ന തിരിച്ചടിയാണ് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോണത്. പിന്നെ കാണിക്കണത് കാർത്തികയുടെ ഒരു പ്രൊമോ ഓൾറെഡി ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, കാർത്തിക നമ്മുടെ പ്രകാശിനെ പണി വെക്കാൻ പോകുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത്. അത് വീക്കെൻഡ് പ്രൊമോ പോലെയാണ് കാണിച്ചത്. എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ആ ഒരു പ്രൊമോ ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. അതായത് പ്രകാശിനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രകാശിനോട് ഒരു കരിക്ക് വേണമെന്ന് പറയും. കരിക്ക് കുടിക്കാൻ പോകുമ്പോഴേക്കും പ്രകാശിനെ കുറിച്ച് മനസ്സിലിങ്ങനെ കാർത്തിക വിചാരിക്കുകയാണ്, ഇയാൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, ഇയാൾ ഉയരങ്ങളിൽ എത്തുന്ന പോലെ കാണിച്ചിട്ട് ഒരൊറ്റടിക്കാൻ നിലത്തേക്ക് ഇടും എന്നിട്ട് കാർത്തികിനെ പറയുന്ന ഒരു ഭാഗം പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.